ദേവൂട്ടൻ്റെ എഴുതിക്കൽ ചടങ്ങിന് നമുക്കൊന്ന് പോയിട്ട് വന്നല്ലോ. കറക്റ്റ് സമയമായിട്ട് നമ്മൾ എഴുതിക്കുന്ന കാണാൻ പറ്റിയില്ല, ചെണ്ട കൊട്ടുന്നതേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ നോക്കിയിരിക്കുക, ഞാൻ ചിരിപ്പിക്കാൻ നോക്കുകയായിരുന്നു കേട്ടോ, പക്ഷെ പറ്റിയില്ല, ചമ്മിപ്പോയി. പിന്നെ അത് ദക്ഷിണയൊക്കെ കൊടുത്തുമായിരുന്നു. ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് തിരുമേനീനെയൊക്കെ ഒരു നോക്കി പേടിപ്പിച്ചിട്ടാട്ടോ വന്നത്. ഞാനിന്ന് കാണാൻ പറ്റിയതേ, കണ്ടോ, നോക്കിയൊക്കെ പേടിപ്പിച്ചിട്ടാട്ടോ വന്നത്. അപ്പം ഭയങ്കര പൂജവെപ്പും നവരാത്രിയും ചൂടും എല്ലാം കൂടെ ആയപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര ഒരു ഇതായിപ്പോയൊരു എന്തൊക്കെയോ അവന് ഭയങ്കര ഒരു ഇറിറ്റേഷനും ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഒരു ബോഡിയൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോറടിച്ച് കാന്താര കാണാൻ പോയി. ഇത് നമ്മൾ പോണത് ഇപ്പം കോട്ടുംകുളം അമ്പലത്തിലേക്കാണ്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ എവിടെയായിരുന്നു, കോട്ടുംകുളം അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. അപ്പം കാന്താര കണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ബാക്കിലായിരുന്നു, എനിക്ക് ഏറ്റവും ബാക്കിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തുന്നുള്ളത്, ക്വാളിറ്റി ഇല്ലായിരുന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇഷ്ടപ്പെട്ടൊരു റെഡ് ഹാർട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി. അമ്പലത്തിൽ അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുത്തുകൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിയിൽ വന്നിട്ട് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തു. ഭയങ്കര നിശബ്ദമായിരുന്നു ഈ അമ്പലം, അധികം ആളൊന്നും ഇല്ലായിരുന്നു. പൂജപ്പിൻ്റെ മാത്രം പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.